വാർത്തകൾ വിശദമായി. കേരളത്തിലെ വനമേഖലകളിൽ ടൂറിസം സാധ്യതയുള്ള ഇടങ്ങൾ കണ്ടെത്തി മൈക്രോ ലെവലിലുള്ളതു മുതൽ ഉന്നത നിലവാരം വരെയുള്ള ടൂറിസം വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരികയാണെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. വനമേഖലകളിലെ ടൂറിസം പദ്ധതികൾ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിനോദസഞ്ചാര വകുപ്പിന്റെ സാമ്പത്തിക സഹായത്തോടെ നവീകരിച്ച ഗവി ഇക്കോ ടൂറിസം സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി എ.കെ. ശശീന്ദ്രൻ. ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിലൂടെ നിരവധി തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. വനം വകുപ്പും ടൂറിസം വകുപ്പും പരസ്പരം സഹകരിച്ച് ദീർഘവീക്ഷണത്തോടെ പദ്ധതികൾ കണ്ടെത്തി അവ വിനോദസഞ്ചാരികൾക്ക് ആകർഷകമാകും വിധം നടപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമ്മുടെ സംസ്ഥാനം മറ്റെല്ലാ മേഖലകളിലും എന്ന പോലെ ടൂറിസം വികസന മേഖലയിലും ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ലോകത്ത് തന്നെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിന് 50-ൽ 1 സ്ഥാനം കിട്ടിയിട്ടുണ്ട്. അത് ചൂണ്ടിക്കാണിക്കുന്നത് അഭൂതപൂർവമായ വളർച്ചയാണ് ഈ മേഖലയിൽ ടൂറിസം വകുപ്പ് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. പുതിയ ഉണർവോടുകൂടി കേരളത്തിന്റെ എല്ലാ മേഖലകളിലും എവിടെയൊക്കെയാണോ അത് വികസിപ്പിക്കാനുള്ള സാധ്യതയുള്ളത് ആ സാധ്യതയുള്ള പ്രദേശങ്ങളിലെല്ലാം അത് കണ്ടെത്തി മൈക്രോ നിലവാരം തൊട്ട് ഉന്നത നിലവാരം വരെയുള്ള ടൂറിസം വികസന പദ്ധതികളാണ് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പദ്ധതിയും MLAയും ചെയർപേഴ്സണും വ്യക്തമാക്കിയതുപോലെ ടൂറിസം വകുപ്പിന്റെ പണം ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഒരു പദ്ധതിയാണ്. അത് ഏതൊക്കെ മേഖലകളിൽ എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക എന്ന് നിർണയിച്ച് ദീർഘവീക്ഷണത്തോടെ അവ കണ്ടെത്തി അവയെ ആകർഷകമാക്കുന്നുള്ള പരിപാടികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. സംസ്ഥാന ടൂറിസം വകുപ്പ് 1.9 കോടി രൂപയാണ് ഗവിയിലെ ഇക്കോ ടൂറിസം സെന്ററിന്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നവീകരിക്കുന്നതിനായി അനുവദിച്ചത്. സഞ്ചാരികൾക്ക് താമസിക്കുന്നതിനായി ആധുനീകരിച്ച ഇക്കോ കോട്ടേജുകൾ, ഭക്ഷണശാല, ബോട്ടിംഗ് സംവിധാനങ്ങളും നവീകരിച്ചിട്ടുണ്ട്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് ഗവി ഇക്കോ ടൂറിസം സെന്റർ പ്രവർത്തിക്കുന്നത്. അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KS ഗോപി, വൈസ് പ്രസിഡന്റ് ES സുജ, സീതത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR പ്രമോദ്, വാർഡംഗം ഗംഗമ്മ മുനിയാണ്ടി, കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർപേഴ്സൺ ലതിക സുഭാഷ്, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വികസന പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാക്കുന്നതിന് ഉദ്യോഗസ്ഥരുടെ പങ്ക് വളരെ വലുതാണെന്ന് കുട്ടനാട് MLA തോമസ് കെ തോമസ്. വികസന സമിതി യോഗങ്ങളിൽ നിന്ന് അകാരണമായി വിട്ടുനിൽക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും MLA പറഞ്ഞു. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നത് ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ഇതിൻ്റെ നിർവഹണ കാര്യത്തിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് വളരെ വലുതാണെന്ന് തോമസ് കെ തോമസ് MLA പറഞ്ഞു. നവകേരള സദസ്സിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥർക്ക് എങ്ങനെയൊക്കെ സേവനങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് തനിക്ക് ധാരണ കിട്ടിയെന്നും MLA വ്യക്തമാക്കി. കുട്ടനാട് താലൂക്ക് വികസന സമിതി യോഗത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു MLA. മുഖ്യമന്ത്രി കുട്ടനാട്ടിൽ വന്നു എന്നുള്ളതല്ല, മറ്റു മന്ത്രിമാർ വന്നു നമുക്ക് എന്തുകൊണ്ട് കുട്ടനാട്ടുകാർക്ക് എന്ത് പ്രയോജനം അതിനകത്ത് ലഭിക്കാൻ സാധിക്കുന്നുള്ളതാണ്. അത് ഞാൻ വൈസ് പ്രസിഡന്റിനോട് ആവശ്യമായിട്ട് എന്തൊക്കെ നമുക്ക് നേടാൻ പറ്റും അതേസമയത്ത് നമുക്ക് പുറകോട്ടിരിക്കരുതെന്നുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടവരായിരിക്കുന്നവരല്ല, ഒരുപാട് നാട് ഒഴിഞ്ഞവരാണ് എല്ലാ കാര്യങ്ങളും. ഈ 13 പഞ്ചായത്തിൽ ഞാൻ പോയി മീറ്റിംഗ് നടത്തിയത് എനിക്ക് അതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. പഞ്ചായത്തുമായിട്ടുള്ള ഓരോ രീതിയിലൊക്കെ ഇത്തരം ഉദ്യോഗസ്ഥർ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് ഈ നവകേരള സദസ്സ് വന്നുകൊണ്ടാണ്. നിങ്ങളുടെയൊക്കെ ജോലി എന്നാണ്, നിങ്ങളൊക്കെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റാണ്, നിങ്ങളെ കൊണ്ട് എന്തൊക്കെ പ്രയോജനം ഞങ്ങൾക്ക് കിട്ടും എന്നുള്ള മനസ്സിലാക്കി ഓരോന്നും സെക്ഷൻ ബൈ സെക്ഷനായിട്ട് തിരിച്ചു. ആരൊക്കെയാണ് വരുന്നത്, എന്താണ് നിങ്ങളുടെ ജോലി, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നിങ്ങൾ ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കണം, നിങ്ങളെ ഞാൻ എവിടെയൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കിയത് കഴിഞ്ഞ മാസം. കുട്ടനാടിന്റെ വികസന കാര്യത്തിൽ രാഷ്ട്രീയം കലർത്തുന്നതിൽ തനിക്ക് താല്പര്യമില്ലെന്നും MLA പറഞ്ഞു. ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VK വേണുഗോപാൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ TG ജലജകുമാരി, ഗായത്രി B നായർ, R രാജേന്ദ്രകുമാർ, TK തങ്കച്ചൻ, ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MS ശ്രീകാന്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത്, തഹസിൽദാർ S അൻവർ, നേതാക്കളായ അലക്സ് മാത്യു, സാബു തോട്ടുങ്കൽ, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കാവാലം ബസ് സ്റ്റാൻഡിൽ നിന്നും പുലർച്ചെ 5-ന് പുറപ്പെട്ടിരുന്ന സ്റ്റേ ബസ് സർവീസുകൾ പുനരാരംഭിക്കണമെന്ന് ആവശ്യം ശക്തമാകുന്നു. വിഷയത്തിൽ അടിയന്തര നടപടി വേണമെന്നാവശ്യപ്പെട്ട് ജനകീയ പ്രതിരോധ സമിതി കുട്ടനാട് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാവാലം ബസ് സ്റ്റാൻഡിൽ പ്രതിഷേധ യോഗവും ഒപ്പുശേഖരണവും നടത്തി. രാത്രി 10-ന് കാവാലം സ്റ്റാൻഡിലെത്തി സ്റ്റേ ചെയ്ത് അടുത്ത ദിവസം പുലർച്ചെ 5-ന് പുറപ്പെട്ടിരുന്ന KSRTC ബസ് സർവീസുകളാണ് കഴിഞ്ഞ കുറേ നാളുകളായി നിർത്തിവെച്ചിട്ടുള്ളത്.
തൊഴിലാളികൾ ഉൾപ്പെടെ സാധാരണക്കാരായ നിരവധി യാത്രക്കാരാണ് സ്റ്റേ ബസ്സിനെ ആശ്രയിച്ചിരുന്നത്. ബസ് സർവീസ് നിർത്തിയതോടെ ഓട്ടോറിക്ഷകളിൽ അധിക തുക മുടക്കി യാത്ര ചെയ്യേണ്ടി വരുന്ന തൊഴിലാളികളുടെ ദുരിതം സംബന്ധിച്ച വാർത്ത KCV ന്യൂസ് സംപ്രേഷണം ചെയ്തിരുന്നു. തുടർന്നാണ് ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം സമരപരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ഇതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച വൈകിട്ട് സമിതി കുട്ടനാട് താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാവാലം ബസ് സ്റ്റാൻഡിൽ പ്രതിഷേധ യോഗവും ഒപ്പുശേഖരണവും നടത്തി. KSRTC സ്റ്റേ സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രിക്കും ജീവനക്കാർക്ക് രാത്രി തങ്ങുന്നതിനാവശ്യമായ സംവിധാനം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് കാവാലം ഗ്രാമപഞ്ചായത്തിനും നിവേദനം സമർപ്പിക്കാനാണ് തീരുമാനം. വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് യാത്രക്കാരാണ് നിവേദനത്തിൽ ഒപ്പുവെച്ചത്. പ്രതിഷേധ യോഗം ജനകീയ പ്രതിരോധ സമിതി കുട്ടനാട് താലൂക്ക് സെക്രട്ടറി PR സതീശൻ ഉദ്ഘാടനം ചെയ്തു. KSRTCക്കും എന്റെ ടിക്കറ്റ് അടിസ്ഥാനത്തിൽ പോലും ലാഭകരമായി പ്രവർത്തിക്കുന്ന സ്റ്റേ ബസ്സുകൾ പുനരാരംഭിക്കുവാനുള്ള നടപടി ഉണ്ടാകണം. അതിന് നമ്മുടെ പഞ്ചായത്ത് പ്രത്യേകിച്ച് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കേണ്ടത് അനിവാര്യമാണ്. അതിനുള്ള സംവിധാനം ചെയ്യണമെന്ന് കൂടി ഞങ്ങളുടെ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നാട്ടിലെ സ്റ്റേ ബസ്സുകൾ പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒപ്പുശേഖരണമാണ് ഇവിടെ നടന്നു വരുന്നത്. ഈ ഒപ്പുശേഖരണത്തിൽ സഹകരിക്കുവാൻ മുഴുവൻ വിദ്യാർത്ഥികളോടും യുവാക്കളോടും എല്ലാം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ ഒരു സംവിധാനമാണ് ഈ സ്റ്റേ ബസ്സുകൾ. അത് പുനഃസ്ഥാപിക്കപ്പെടേണ്ടത് നമ്മുടെ നാടിന്റെ ഒരു ആവശ്യകതയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഏവരും നമ്മുടെ ആവശ്യമായിട്ട് ഇത് പരിഗണിക്കണം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ദൂരെ പഠിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അനുഗ്രഹമായിരുന്ന ഒന്നാണ് ഇവിടെ രാവിലെ പോയിരുന്ന ബസ്സുകൾ, അതുപോലെ തന്നെ വൈകിട്ട് വന്ന ബസ്സുകളും. അങ്ങനെയുള്ള ആ ബസ്സുകൾ പുനഃസ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രക്ഷോഭത്തിലാണ് നമ്മൾ. ഈ പ്രക്ഷോഭ പരിപാടി വിജയിപ്പിക്കുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് കാവാലം ബസ് സ്റ്റാൻഡ് മേഖലയിലെ മുൻ വാർഡ് മെമ്പർ T ശശി അധ്യക്ഷത വഹിച്ചു. പൊതുപ്രവർത്തകരായ K സുരേഷ് കുമാർ, സോണിച്ചൻ പുളിങ്ങുന്ന്, നന്ദനൻ വലിയപറമ്പ്, കുഞ്ഞുമോൻ പാലേടം, ബിജു സേവ്യർ, കാവാലം പാലം സമ്പാദക സമിതി കൺവീനർ വിഷ്ണു, PK സജിമോൻ തുടങ്ങിയവർ സംസാരിച്ചു. കാവാലം പുളിങ്ങുന്ന് ചമ്പക്കുളം പ്രദേശങ്ങളിലെ നിരവധി യാത്രക്കാർ ആശ്രയിച്ചിരുന്ന KSRTC സ്റ്റേ ബസ് സർവീസുകൾ പുനരാരംഭിക്കാത്തതിൽ ശക്തമായ പ്രതിഷേധമാണ് അടുത്തിടെ ഉയരുന്നത്. ചങ്ങനാശ്ശേരി നഗരസഭയും ജില്ലാ ശുചിത്വ മിഷനും നടപ്പാക്കുന്ന സ്നേഹാരംഭം പദ്ധതിക്ക് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. നഗരസഭാ അധ്യക്ഷ ബീന ജോബി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇവിടുത്തെ 2 വിദ്യാർത്ഥിനികൾ നേരിട്ട് വന്ന് എന്നോട് ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു സ്നേഹാരാമം, അതെനിക്ക് ഹരിതസഭയുടെ സമയത്ത് അവർ വന്നപ്പോഴാണ് ഞങ്ങൾക്കും അവിടെ ഒരു സ്നേഹാരാമം തീർക്കാനായിട്ട് വേണ്ട സഹായം ചെയ്തു തരുകയും ചെയ്തു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കുഞ്ഞുങ്ങൾക്ക് അവർ തന്നെ അങ്ങനെ ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ, കാരണം ഞങ്ങൾ പഠിക്കുന്ന സ്കൂള്, അതായത് ഞങ്ങളുടെ സ്വന്തം സ്ഥാപനം, അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളും ഇതേപോലെ വൃത്തിയായി സൂക്ഷിക്കണം എന്നുള്ളൊരു ബോധ്യം ഇവിടുത്തെ കുഞ്ഞുങ്ങളിലുണ്ടായി. അതിലൂടെ അവരങ്ങനെ ഒരു ആവശ്യം വെച്ചപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഈ കുഞ്ഞുങ്ങൾ സമൂഹത്തിനൊരു മാതൃകയാവട്ടെ എന്നും ഇവർ ഉൾക്കൊള്ളുന്ന ഈ സന്ദേശം ഇവരായിരിക്കുന്ന ചുറ്റുപാടുകളിലേക്ക് ഇവർക്ക് പ്രചരിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ചങ്ങനാശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്നുള്ള വഴിയിൽ സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളുന്നത് പതിവായിരുന്നു. ഇത് സംബന്ധിച്ച വാർത്ത KCV ന്യൂസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്ത് അവിടെ ചെടികൾ വച്ചുപിടിപ്പിച്ചാണ് സ്നേഹാരാമം സൃഷ്ടിച്ചിരിക്കുന്നത്. ഉദ്ഘാടന യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇൽസമ്മ ജോബ് അധ്യക്ഷയായിരുന്നു. ഹെൽത്ത് ഇൻസ്പെക്ടർ C സുനിൽ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പാഴ്വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് ഞാൻ എൻ്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല. യൂത്ത് കോർഡിനേറ്റർ സിബിൽ ബാബു, ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ സന്ദേശ് കുമാർ, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ V പ്രകാശ് കുമാർ, SMC ചെയർമാൻ രാജ അബ്ദുൽ ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂളിനോട് ചേർന്ന് സ്നേഹാരാമം സൃഷ്ടിക്കണമെന്ന് വിദ്യാർത്ഥികൾ നേരിട്ട് അഭ്യർത്ഥിച്ചത് വളരെ മാതൃകാപരമായ പ്രവർത്തനമായി കാണുകയാണെന്ന് നഗരസഭാ അധ്യക്ഷ ബീന ജോബി പറഞ്ഞു. സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പ്, കളക്ടറേറ്റിലെ ന്യൂനപക്ഷ സെൽ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ജില്ലയിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി സൗജന്യ കരിയർ ഗൈഡൻസ് പരിശീലന പരിപാടി നടത്തി. പാസ്വേഡ് 2023-24 എന്ന പേരിൽ കാക്കാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി.
കാക്കാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന പരിപാടി എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. അത് കുറച്ചുകൂടി പ്ലാൻഡായി നമുക്ക് നിശ്ചയിക്കാൻ കഴിയുന്ന കൂടിയാണ് ഇത്തരം പരിശീലന പരിപാടികൾ. നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തികളാണ്. നമ്മുടെ ജീനുകൾ വ്യത്യസ്തമാണ്, നമ്മുടെ കഴിവുകൾ വ്യത്യസ്തമാണ്. ആ ഓരോ കഴിവുകളെയും കൃത്യമായി ഒന്ന് മാറ്റിയത് കണ്ടെത്തി അത് ഡെവലപ്പ് ചെയ്ത് സഞ്ചരിക്കുക ജീവിതത്തിൽ എന്നുള്ളതാണ് ജീവിത വിജയത്തിന് ഒരു അടിസ്ഥാനമായി നമ്മൾ സ്വീകരിക്കേണ്ട ഒരു കാലഘട്ടം. പലപ്പോഴും നമ്മൾ ചെയ്യാവുന്ന കാര്യം കൂടിയാണ്, അദ്ദേഹം രക്ഷകർത്താക്കൾ ഒട്ടും ചെയ്യാവുന്ന കാര്യമാണ്. അത് നമ്മൾ കോഴ്സുകൾ ഹയർ സ്റ്റഡീസിന്റെ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ഓരോ കുട്ടികളുടെയും ഒരു അഭിരുചിയും കഴിവും അടിസ്ഥാനമാക്കി ഒരു കോഴ്സ് എടുത്ത് അതിലൂടെ പോയാലാണ് അതിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് രൂപമായിട്ട് പലപ്പോഴും സംഭവിക്കുന്ന രക്ഷകർത്താക്കളും താല്പര്യമുണ്ട്. എഞ്ചിനീയറിംഗ് പോകണം, പ്ലസ് ടു കഴിയുമ്പോൾ മെഡിസിൻ പോകണം, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പോകണം. അത് 2-3 ചോയ്സ് രക്ഷകർത്താക്കൾ മനസ്സിലാവും. ഇവിടെ കോഴ്സിനെ കുറിച്ച് പറയുന്നത് എനിക്കറിയില്ല. പ്ലസ് ടുക്കാർക്ക് പോകാൻ കഴിയുന്ന 100 കോഴ്സുകൾ. അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. ഹാരിസ് അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് അംഗം ലേഖ മോൾ, സ്കൂൾ പ്രിൻസിപ്പൽ S. ശശികുമാരി, പ്രഥമാധ്യാപിക GV അഞ്ജന, PTA പ്രസിഡന്റ് V. ഷിബു, കരിയർ ഗൈഡൻസ് കോർഡിനേറ്റർ CJ മേരി ജാക്ലിൻ, കായംകുളം ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രം പ്രിൻസിപ്പൽ ഡോക്ടർ ബഷീർ, ആലപ്പുഴ ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രം പ്രിൻസിപ്പൽ K. നസീറ, KS. ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. എഴുത്തുകാരൻ സണ്ണി തായങ്കരിയുടെ ബൃഹത് സമാഹാരം തായങ്കരി കഥകൾ പ്രകാശനം ചെയ്തു. പ്രകാശന ചടങ്ങിൽ സണ്ണി തായങ്കരിയുടെ എഴുത്തിൻ്റെ 40 വർഷങ്ങളും ചർച്ചയായി. ശനിയാഴ്ച രാവിലെ 10-ന് ആലപ്പുഴ SD കോളേജിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ M. തോമസ് മാത്യു പുസ്തകം പ്രകാശനം ചെയ്തു. ഇതിന്റെ ഭാഗമായി ചേർന്ന സമ്മേളനം ഡോക്ടർ TT ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. അത് പൊതുവിൽ മനസ്സിലാക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. കുട്ടനാട് എന്ന് പറയുന്ന ഭൂമിശാസ്ത്ര മേഖലയുമായി അദ്ദേഹത്തിന്റെ കഥയ്ക്കുള്ള ഗാഢമായ ബന്ധം എന്ന് പറയുന്നത്. ഈ കുട്ടനാട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു നിലനിൽക്കുന്ന ഒരു ഭൂമിശാസ്ത്രവും അതേസമയത്ത് ഭാവനാത്മകമായ ഒരു ഭൂമിശാസ്ത്രവുമാണ്. യഥാർത്ഥത്തിൽ കുട്ടനാട് ഉണ്ടായിട്ടുണ്ട്. അത് ചരിത്രത്തിന്റെ ഒരു ആകസ്മികതയാണ്. മറ്റു ഭൂപ്രദേശങ്ങൾ പോലെയല്ല കുട്ടനാട്. കേരളം തന്നെ ചരിത്രത്തിന്റെ ഒരു ആകസ്മികതയാണ് എന്നുള്ളത് ഒരു വശത്ത് വളരെ പ്രധാനമാണ്. കാരണം ഈ കടലിനും മലയ്ക്കും ഇടയിൽ ഇത്രയും ചെറിയ ഒരു ഭൂപ്രദേശം ലോകത്ത് എവിടെയും അങ്ങനെ ആളുകൾക്ക് പരിചയമുള്ളതല്ല. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം എന്ന് പറയുന്നത് 15 കിലോമീറ്റർ മുതൽ 120 കിലോമീറ്റർ വരെ ഈ വിട്ടുള്ളൂ കേരളത്തിൽ. യോഗത്തിൽ SD കോളേജ് മലയാള വിഭാഗം മേധാവി ഡോക്ടർ S. അജയകുമാർ അധ്യക്ഷനായിരുന്നു. സമകാലിക കേരളം സാഹിത്യവേദി സെക്രട്ടറി ബിബിൻ ബേബി, ഡോക്ടർ മുഞ്ഞനാട് പത്മകുമാർ, പ്രൊഫസർ ഡോക്ടർ KH പ്രേമ, ഡോക്ടർ സിന്ധു അന്തർജനം, B. ജോസുകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. സണ്ണി തായങ്കരി മറുപടി പ്രസംഗം നടത്തി. ചങ്ങനാശ്ശേരി അരമനപ്പടിയിൽ അപ്സര തിയേറ്ററിന്റെ കോമ്പൗണ്ടിൽ നിൽക്കുന്ന വലിയ മരത്തിന്റെ അപകടാവസ്ഥയിൽ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ശിഖരങ്ങൾ ജനുവരി 7 ഞായറാഴ്ച മുറിച്ചു മാറ്റുന്നു. ഇതുമൂലം വാഴൂർ റോഡിൽ ഈ ഭാഗത്ത് ഞായറാഴ്ച രാവിലെ 8 മുതൽ വൈകുന്നേരം 4 വരെ ഗതാഗതം തടസ്സപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചു. മാന്നാറിലെ പരുമല പ്രദേശം മാലിന്യമുക്തമാക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതിന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പരുമല യൂണിറ്റ് സമ്മേളനത്തിൽ തീരുമാനം. ഗൃഹസന്ദർശനം, മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിനെതിരെയുള്ള ബോധവൽക്കരണം, നദീ സംരക്ഷണം എന്നിവ ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കും. പരുമല ടാഗോർ വായനശാല ഹാളിൽ നടന്ന സമ്മേളനം പരിഷത്ത് മേഖലാ പ്രസിഡന്റ് അജി തമ്പാൻ ഉദ്ഘാടനം ചെയ്തു. വളരെ ജാഗ്രതയോടെ നമ്മൾ മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മുന്നോട്ടായിരുന്ന സമൂഹത്തെ പിന്നോട്ട് വിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഉല്ലോമവാസനകൾക്കും എതിരായ ആഞ്ഞുവീഴ് ശാസ്ത്രാവബോധമുള്ള ഒരു പുതുതലമുറയെ വാർത്തെടുക്കേണ്ട ആവശ്യകത നമുക്കുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നതാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഈ കഴിഞ്ഞ ഗ്രാമശാസ്ത്രകാലം സംഘടിപ്പിച്ചപ്പോൾ കേരളത്തിൽ മാത്രമല്ല മറ്റൊരു ശാസ്ത്രാവബോധം ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആവശ്യപ്പെട്ടുകൊണ്ട്. യോഗത്തിൽ ഡൊമിനിക് ജോസഫ് അധ്യക്ഷനായിരുന്നു. ബെന്നി മാത്യു, പ്രൊഫസർ A. ലോപ്പസ്, പ്രൊഫസർ MN ലക്ഷ്മണൻ, OC രാജു, ശ്രീരേഖ G. നായർ, സോജിത് സോമൻ, PK പീതാംബരൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി ഡൊമിനിക് ജോസഫ്, സാബു P. വർഗീസ്, രഘുനാഥൻ നായർ, CK ഗോപി എന്നിവരെ തിരഞ്ഞെടുത്തു.
വിദ്യാർത്ഥികളെ സ്വയം പ്രതിരോധ മാർഗങ്ങൾ പഠിപ്പിക്കുന്നതിനായി തലവടി ADUP സ്കൂളിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കരാട്ടെ യോഗ പരിശീലനം ആദ്യ ബാച്ചിന്റെ ബെൽറ്റ് വിതരണം നടത്തി. എടത്വ സബ് ഇൻസ്പെക്ടർ ML മഹേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. രണ്ട് രീതിയിൽ നമുക്കൊരു പ്രശ്നങ്ങൾ നേരിടാം. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പ്രതിരോധിക്കുക, അടിക്കുക. പ്രതിരോധിച്ച് നമുക്കൊരു കാര്യത്തിൽ ഒരു സിറ്റുവേഷൻ നേരിടാം. പിന്നെ ഫ്ലൈറ്റ് ആണ്. ഫ്ലൈറ്റ് എന്ന് പറയുന്നത് അവിടെ രക്ഷപ്പെടുകയാണ്. രക്ഷപ്പെടുന്നത് എങ്ങനെയാണ്? നമുക്ക് ഓടി രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഈ ശത്രു അല്ലെങ്കിൽ സാഹചര്യം നമ്മൾ നോക്കിയാൽ മതി. ഈ സാഹചര്യം നമ്മളെക്കാൾ ശക്തനാണെങ്കിൽ, ഇപ്പൊ പരീക്ഷയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മളെ ഒരു കൂട്ടമാണെങ്കിൽ പോലും, നമ്മുടെ എതിരാളികളായിട്ട് കുറെ പേര് വരികയാണെങ്കിൽ പോലും, ആ സമയത്ത് നമുക്ക് എതിരാളി നമ്മുടെ സമരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫൈറ്റ് ചെയ്ത് രക്ഷപ്പെടാൻ പറ്റിയിരിക്കും. പക്ഷേ നമ്മളെക്കാട്ടി ശക്തരും മാനസികമായ അനിശ്ചിതമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലൈറ്റ് നമ്മൾ പറക്കേ രക്ഷയുള്ളൂ. അവിടെ നമ്മൾ ഫൈറ്റ് ചെയ്യാൻ നിൽക്കും. അപ്പൊ ആ ഫൈറ്റ് ചെയ്യാതെ ഫ്ലൈറ്റ് ചെയ്യാനാണെങ്കിൽ പോലും ആ ഒരു സാഹചര്യത്തെ നേരിടാൻ ഓടി രക്ഷപ്പെടുന്നത് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സാഹചര്യത്തെ നേരിടണമെന്നൊരു മനസ്സിനൊരു കരുത്തുണ്ടായിരിക്കും. ആ മനസ്സിന് എന്ത് ചെയ്യണം ചെയ്യണ്ട എന്നുള്ളൊരു തീരുമാനം എടുക്കാനുള്ള ഒരു കരുത്ത്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഫ്ലൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. യോഗത്തിൽ സ്കൂൾ മാനേജർ ജയകുമാർ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്, ഗ്രാമപഞ്ചായത്ത് അംഗം ബിനു സുരേഷ്, പ്രഥമാധ്യാപിക വിജയലേഖ, PTA പ്രസിഡന്റ് പ്രജീഷ്, ജോൺസൺ V ഇടിക്കുള, KC ജോളി, സിന്ധു, സൗമ്യ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ആദ്യ ബാച്ചിലെ 20 കുട്ടികൾക്കുള്ള ബെൽറ്റ് വിതരണവും നടന്നു. ചങ്ങനാശ്ശേരി ചന്തക്കടവ് തിരുക്കുടുംബ കുരിശുപള്ളിയിൽ ആഘോഷിച്ച പിണ്ടികുത്തി തിരുനാൾ ഭക്തിസാന്ദ്രമായി. അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം തിരി തെളിയിച്ച് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ദനഹ തിരുനാളിനോടനുബന്ധിച്ച് വാഴപ്പിണ്ടികളിൽ ചിരാതുകൾ കത്തിക്കുവാൻ ഒട്ടേറെ വിശ്വാസികൾ എത്തിയപ്പോൾ പള്ളിയും അങ്കണവും പ്രകാശപൂരിതമായി. പച്ചക്കറി മാർക്കറ്റിലെ വ്യാകുലമാത കുരിശുപള്ളിയിൽ റംഷ നമസ്കാരത്തോടെ കർമ്മങ്ങൾ ആരംഭിച്ചു. തുടർന്ന് ചന്തക്കടവ് കുരിശുപള്ളിയിലേക്ക് പ്രദക്ഷിണം നടത്തി. വികാരി ജനറൽ ഫാദർ ഡോക്ടർ ജെയിംസ് പാലിക്കൽ, കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ജോസ് കൊച്ചുപറമ്പിൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിച്ച് വിങ്സ് 2.0 നസ്രാണി മാർഗം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരിയിൽ നടത്തിയ നെസ്റ്റ് 23ന്റെ തുടർച്ചയാണ് വിങ്സ് 2.0. മധ്യ തിരുവിതാംകൂറിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്ന ചങ്ങനാശ്ശേരി മാർക്കറ്റിലെ അഞ്ചുവിളക്ക് ജംഗ്ഷനിലാണ് വിങ്സ് 2.0യ്ക്ക് തുടക്കം കുറിച്ചത്. ദനഹ തിരുനാളിനോടനുബന്ധിച്ച് മാർക്കറ്റ് കപ്പേളയിൽ നടത്തിയ ചടങ്ങിൽ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പെരുന്തോട്ടം പരിപാടിയുടെ ലോഗോ പ്രകാശനം ചെയ്തു. ആർത്തർ ഡി ലിറ്റിൽ എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ തോമസ് കുരുവിളയ്ക്ക് നൽകിയായിരുന്നു ലോഗോ പ്രകാശനം. വിജയിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിൽ സംരംഭകത്വത്തിന് ഉത്തേജനം നൽകുക എന്നുള്ളതാണ്. അതിനെ നമ്മൾ ഒരുമിച്ച് ചേരേണ്ടതായിട്ടുണ്ട്. ഒറ്റയ്ക്ക് ആർക്കും ഈ ലോകത്തിൽ ജീവിച്ച് വിജയിക്കാൻ സാധിക്കില്ല. പരസ്പരം സഹായിച്ചും ശക്തിപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിച്ചും ഒക്കെ വേണം നമ്മൾ ഈ ലോകത്തിൽ വിജയിക്കുവാൻ. അത്തരത്തിലുള്ള കൂട്ടായ്മയുടെ ഒരു ചൈതന്യം നമുക്ക് വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഒറ്റയ്ക്ക് നിന്നാൽ, സ്വാർത്ഥപരമായ ലക്ഷ്യത്തോടുകൂടി മാത്രം നിന്നാൽ നമ്മൾ പരാജയപ്പെടുത്തപ്പെടും. പക്ഷെ അങ്ങനെയുള്ള പരാജയമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ രീതിയിൽ കൂട്ടായ ഒരു രംഗം നമ്മള് നിർത്തേണ്ടിയിരിക്കുന്നു. അതിനുള്ള ഒരു ഉത്തേജനമാണ് ഈ വിങ്സ് 2. അനേകം പേര് ഈ രംഗത്ത് പ്രാഗൽഭ്യമുള്ള, അത് വിജയകരമായ സംരംഭകത്വത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ഈ വിനയങ്ങളിലെ പദ്ധതികൾ നമ്മൾ അവതരിപ്പിക്കുവാൻ, അവരുടെ ഭാവനകളെ യാഥാർത്ഥ്യമാക്കി തീർക്കുവാനുള്ള ലക്ഷ്യങ്ങളുമായിട്ടാണ് ഈ വിങ്സ് 2 ആസൂത്രണം ചെയ്തത്. എല്ലാവരെയും ഉൾക്കൊണ്ട് രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നന്മയ്ക്കായി ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും ഫണ്ടിങ്ങിന് സാധ്യതകൾ ഒരുക്കിയും
ഉയർന്ന ഗവേഷണങ്ങൾക്ക് സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്രദം ആകുന്ന രീതിയിൽ അവസരം സൃഷ്ടിച്ചുമാണ് വിങ്സ് 2.0 ഒരുക്കിയിരിക്കുന്നത്. 2024 ജൂൺ 15, 16, 17 തീയതികളിൽ ചങ്ങനാശ്ശേരി SB കോളേജിൽ നടത്തപ്പെടുന്ന ത്രിദിന സംഗമത്തിൽ ജീവന്റെ മൂല്യവും പരിസ്ഥിതിയുടെ സംരക്ഷണവും കാർഷിക മേഖലയും അസിസ്റ്റീവ് ടെക്നോളജിയും ഹാക്കത്തോണിലെ പ്രധാന വിഷയങ്ങളായിരിക്കും. ജീവന്റെ മൂല്യത്തിന് പ്രാധാന്യം നൽകുന്ന ഫിലിം ഫെസ്റ്റിവലും രാജ്യത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ വിദ്യാഭ്യാസ വിഷയങ്ങളിൽ ചർച്ചകളും എക്യുമെനിക്കൽ കോൺഫറൻസും മികച്ച FPOകൾക്ക് തങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാൻ അവസരവും എക്സിബിഷനും ഇതോടനുബന്ധിച്ച് നടത്തും. ഇന്ത്യയിലെ മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളും മെഡിക്കൽ കോളേജുകളും അന്താരാഷ്ട്ര കമ്പനികളും ഇതിൻ്റെ ഭാഗമാകും. ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിൻ്റെയും പാലാ അൽഫോൻസ കോളേജിൻ്റെയും നേതൃത്വത്തിൽ സ്ത്രീകൾക്ക് പ്രത്യേകമായി ഫണ്ടിങ്ങിന് അവസരവും സ്ത്രീ സംരംഭങ്ങൾക്ക് വേണ്ട പിന്തുണയും നൽകുന്നതാണ്. വിങ്സ് 2.0 ജനറൽ കൺവീനർ എബിൻ ജോൺ വിഷയാവതരണം നടത്തി. വികാരി ജനറൽ ഫാദർ ഡോക്ടർ ജെയിംസ് പാലിക്കൽ, കത്തീഡ്രൽ വികാരി ഫാദർ ജോസ് കൊച്ചുപറമ്പിൽ, SB കോളേജ് പ്രിൻസിപ്പൽ ഫാദർ റിജി പ്ലാത്തോട്ടം, CMC പ്രൊവിൻഷ്യൽ സിസ്റ്റർ പ്രസന്ന എന്നിവർ പങ്കെടുത്തു. പുന്നപ്ര കാർമൽ പോളിടെക്നിക് കോളേജിലെ കാർമൽ അലുമിനി അസോസിയേഷന്റെ 35ാമത് വാർഷിക പൊതുയോഗം ഞായറാഴ്ച കോളേജ് അങ്കണത്തിൽ നടക്കും. ഫാദർ ഗിൽബർട്ട് മെമ്മോറിയൽ അവാർഡ് വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൊതുസമ്മേളനത്തിൽ ഡോക്ടർ കായംകുളം യൂനൂസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഓവറോൾ ഫസ്റ്റ് റാങ്ക് ജേതാവ് ലിനി സെബാസ്റ്റിന് ഫാദർ ഗിൽബർട്ട് മെമ്മോറിയൽ ഗോൾഡ് മെഡൽ ചടങ്ങിൽ മുഖ്യാതിഥി അണിയിക്കും. ചന്ദ്രയാൻ ദൗത്യത്തിൽ ഭാഗമായിരുന്ന കാർമൽ പോളിടെക്നിക് കോളേജിലെ 30ഓളം പൂർവ്വ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിക്കും. CM ജോസഫ് അധ്യക്ഷത വഹിക്കുന്ന പൊതുയോഗം കോളേജ് ചെയർമാൻ ഫാദർ തോമസ് ചൂളപ്പറമ്പിൽ CMI ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. ഇന്ത്യയിൽ ആകമാനം പ്രശസ്തി പിടിച്ചുപറ്റിയ ഒരു സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമാണ് പുന്നപ്രയിൽ 1958 സ്ഥാപിക്കപ്പെട്ട കാർമൽ പോളിടെക്നിക് കോളേജ്. ആദരണീയനായ ഫാദർ ഗിൽബർട്ട് പാലാക്കുന്നേൽ CMI ആണ് ഇതിൻ്റെ സ്ഥാപക ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി 1988 ആരംഭിച്ച കാർമൽ അലുമിനി അസോസിയേഷൻ സജീവമായ പ്രവർത്തനങ്ങളിലൂടെ 35 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. കാർമൽ പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥികളെ പഠനത്തിൽ താല്പര്യമുള്ളവരാക്കുവാനായി അവസാന വർഷ പരീക്ഷയിൽ ഓവറോൾ ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥിക്ക് ഫാദർ ഗിൽബർട്ട് മെമ്മോറിയൽ ഗോൾഡ് മെഡൽ നൽകി ആദരിക്കുന്നു. കൂടാതെ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ശാഖയിൽ നിന്ന് 1, 2, 3 സ്ഥാനം കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫാദർ ഗിൽബർട്ട് മെമ്മോറിയൽ ഗോൾഡ് കോയിനും മെമൻറ്റോകളും സാക്ഷ്യപത്രവും നൽകി പ്രോത്സാഹിപ്പിച്ചു വരുന്നു. എഞ്ചിനീയർ CM ജോസഫ് അധ്യക്ഷത വഹിക്കുന്ന പൊതുയോഗം കോളേജ് ചെയർമാൻ ഫാദർ തോമസ് ചൂളപ്പറമ്പിൽ CMI ഉദ്ഘാടനം ചെയ്യുന്നു. പ്രിൻസിപ്പാൾ ഫാദർ ജെയിംസ് ദേവസ്യ CMI റാങ്ക് ജേതാക്കൾക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്യുന്നു. പ്രിൻസിപ്പൽ ഫാദർ ജെയിംസ് ദേവസ്യ റാങ്ക് ജേതാക്കൾക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്യും. ഫാദർ ജേക്കബ് കുര്യൻ, ചെറിയാൻ ജേക്കബ്, കുര്യൻ ജോസഫ് എന്നിവർ സംസാരിക്കും. പരിപാടികൾ വിശദീകരിക്കാൻ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അലുമിനി അസോസിയേഷൻ ഭാരവാഹികളായ CM ജോസഫ് ചാവടിയിൽ, ജെഫിൻ ചാക്കോ, ടോം ജോസഫ് എന്നിവർ പങ്കെടുത്തു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5770 രൂപ, പവന് 46,160 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.